പക്ഷെ മറിയയുടെ അകത്ത് താൻ വചനം പറഞ്ഞിരിക്കും, താൻ ഇരുന്ന സ്ഥലത്ത് അകത്ത് കടന്ന് അടുത്ത് വന്ന ദൂതനെ കണ്ടപ്പോ പേടിച്ചു. ദൂതൻ അവളോട് പറയാൻ ഭയപ്പെടേണ്ടെന്ന്. അതിന്റെ അർത്ഥം അവള് ഭയപ്പെട്ടു എന്നാണ്. ഭയപ്പെട്ട് ഒത്തിരി കാര്യങ്ങൾ ദൂതൻ ഒത്തിരി പ്രവചനങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ നടക്കും. അടുത്ത പുള്ളിക്കാരി വീണ്ടും പറയുക, എനിക്ക് ഭർത്താവിനെ അറിയത്തില്ല, പുരുഷനെ അറിയത്തില്ല, പിന്നെ എങ്ങനെയാ സംഭവിക്കുന്നത്? ദൂതന് മനസ്സിലായി ഇവൾ അകത്ത് പിടിച്ചിട്ടില്ല. ഇവൾ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന പുറമേയുള്ള സംഭവം. 15 മിനിറ്റ് നിന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടും പുറത്തെ മനുഷ്യനെ പിടിച്ചോണ്ടിരിക്കുക. ദൂതൻ പറഞ്ഞു, അകത്തെ മനുഷ്യനെ പിടിച്ചാലേ വളരത്തുള്ളൂ. അകത്തെ മനുഷ്യനെ പിടിക്കുന്ന കാര്യം ഇത് ഞാൻ പിള്ളേരുകൾ പറയാൻ വന്നതല്ല. ഞാൻ വന്നത് ആരെന്നൊരു ഇന്നലെ വരെ നിന്നത് ഞാൻ നിന്നത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ ഇപ്പൊ നിന്റെ അടുത്ത് നിർത്തിയത് വെറുതെ അല്ല. അത് അയച്ചതിനകത്തൊരു നിയോഗമുണ്ട്. ദൈവത്തിന്റെ മനസ്സാണ് നിന്നോട് പറയുന്നത്. ദൈവത്തിന്റെ മനസ്സ് നിന്നോട് സംസാരിക്കുമ്പോൾ പുറത്തെ മനുഷ്യനെ പിടിക്കരുത്, അകത്തെ മനുഷ്യനെ പിടിക്ക. നീ അകത്തെ മനുഷ്യനിൽ പിടിച്ചാൽ അതിനെ വളരുവാൻ അല്ലെങ്കിൽ അതിനെ വളരുമാറാക്കുന്ന ഫ്യൂവൽ എന്റെ കയ്യിലുണ്ട്. എന്താ ഫ്യൂവൽ എന്നറിയോ? പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളെ വളർത്തുന്നത് പരിശുദ്ധാത്മാവാണ്. ദൈവം നിന്നോട് പറയുന്ന ഓരോ ദൂതുകളും അത് മുളപ്പിക്കുന്നത്, അത് തഴച്ചു വളരുമാറാക്കുന്നത് പരിശുദ്ധാത്മാവാണ്.